പേഴ്സൻ്റെ നിങ്ങളെക്കുറിച്ചുള്ള ഇന്ന് രാവിലെ അവരാലോചിച്ച കാര്യങ്ങൾ, ഏർലി മോർണിംഗ് തോട്ട്സ്. ഉറക്കെ എണീറ്റ ഉടനെ നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ ഓർത്ത് കിടക്കില്ലേ, എന്തായിരുന്നു എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സൺ, 9 of cups, 4 of swords, king of cups, the world, death, empress, temperance, ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിട്ട് കിങ് ഓഫ് വോൺസ്. ഓക്കെ, സൺ വെച്ചിട്ട് രാവിലെ എണീറ്റ പാടെ വളരെ എന്താ പറയുക, നിങ്ങളുടെ മുഖം അവർക്ക് മനസ്സിൽ വരുമ്പോൾ അവർക്ക് സന്തോഷമാണ് തോന്നുന്നത് കേട്ടോ. എന്താ പറയുക, സന്തോഷകരമായ ഒരു ഓർമ്മ എന്നൊക്കെ പറയില്ലേ, അതുപോലെയാണ് നിങ്ങളുടെ മുഖം. ആദ്യം ചിന്തിക്കുന്നത് നിങ്ങളെയാണ്. കാരണം നിങ്ങളുടെ മുഖം ഓർത്ത ദിവസം തുടങ്ങിയാൽ അത് ശുഭകരമായിരിക്കും അവർക്ക് തോന്നാറുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളെ ഓർത്തുകൊണ്ട് തന്നെയാണ് കണ്ണു തുറന്നത്. നിങ്ങൾ അവരുടെ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് എന്ന് തന്നെ അവർ ആലോചിക്കുന്നുണ്ടായിരുന്നു. രാത്രി ഉറക്കം കുറവായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. ആലോചനകളിൽ കൂടി കടന്നു പോകുന്നതായിട്ട് കാണുന്നു. ഓവർ സ്ട്രെസ് അല്ലെങ്കിൽ ഉറക്കമില്ലായ്മ അവർ ഫേസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ടയർഡ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കിങ് ഓഫ് കപ്സ് വെച്ച് ഒരുപാട് സ്നേഹം തോന്നുന്നുണ്ടായിരുന്നു. സ്നേഹത്തോടെ തന്നെയാണ് നിങ്ങളെ ഓർത്തത്. വേൾഡ് വെച്ചിട്ട് പലരും ലോങ് ഡിസ്റ്റൻസിലാണ് എന്നും കാണുന്നു കേട്ടോ. നിങ്ങളുടെ പേഴ്സൺ ലോങ് ഡിസ്റ്റൻസിലാണെങ്കിൽ ഒരു പക്ഷേ അവർക്ക് നൈറ്റ് ഡ്യൂട്ടിയോ അങ്ങനെ എന്തെങ്കിലും ആയിരുന്നിരിക്കാം, അല്ലെങ്കിൽ രാത്രി ഉറങ്ങാൻ പറ്റാത്തതായിട്ടുള്ള എന്തെങ്കിലും സാഹചര്യം ഉണ്ടായിരുന്നിരിക്കാം കേട്ടോ. ഡെത്ത് ഓർ റീബർത്ത് വെച്ചിട്ട് നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ് വേണമെന്ന് തന്നെ അവർ ആലോചിക്കുന്നുണ്ടായിരുന്നു. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ തന്നെ അതെല്ലാം സോൾവ് ചെയ്ത് മുന്നോട്ട് പോകണമെന്ന് ആലോചിക്കുന്നുണ്ടായിരുന്നു. എംപ്രസ് വെച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ മുഖം അവർക്ക് ലക്കിയാണ്. ഓക്കെ, നിങ്ങളെ അവർ ലൈഫിൽ വളരെ ഹൈ ലെവലിലാണ് വെച്ചിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മുഖം അവർക്ക് ലക്ക് കൊണ്ടുവരുന്നു, സന്തോഷം കൊണ്ടുവരുന്നു. എന്താ പറയുക, നിങ്ങളെ റീപ്ലേസ് ചെയ്യാൻ അവർ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അവരുടെ ലൈഫിൽ ഒരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ മതി എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു. ടെമ്പറൻസ് വെച്ചിട്ട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കുമല്ലോ എണീക്കുക. എണീറ്റ പാടെ ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിച്ചു അവിടെ നിങ്ങളെയും കൂടി രക്ഷിക്കണേ എന്നുള്ള രീതിയിൽ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. മനസ്സിലായില്ലേ? നിങ്ങളെയും ചേർത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടും നിങ്ങൾക്കും വേണ്ടിയിട്ടും കൂടി അവർ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, കിങ് ഓഫ് വോൺസ് വെച്ച് നിങ്ങളോട് റെസ്പെക്റ്റും കൂടിയാണ് അവർക്ക്. ഓക്കെ, സ്നേഹത്തോടൊപ്പം തന്നെ വളരെയധികം റെസ്പെക്റ്റോട് കൂടിയാണ് അവരെ നിങ്ങളെക്കുറിച്ച് ആലോചിച്ചത്. ഇത്രയും കഴിവുകളുള്ള വ്യക്തി അവരെ സ്നേഹിക്കുന്നുണ്ടല്ലോ എന്നുള്ള ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് അവർക്ക് തോന്നുന്നുണ്ടായിരുന്നു കേട്ടോ. ഒരു കാർഡ് കൂടെ എടുക്കാൻ സമയമുണ്ട്. നിങ്ങളുടെ മെസ്സേജ് എന്തെങ്കിലും ഉണ്ടോ എന്ന് അവർ നോക്കിയിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ അപ്ഡേറ്റ്സോ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ സൈഡിൽ നിന്നുണ്ടോ എന്ന് അവർ തീർച്ചയായും നോക്കിയിട്ടുണ്ടായിരുന്നു. റീയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. ഇന്ന് സൺഡേ ആയതുകൊണ്ടായിരിക്കണം. തമ്മിൽ കാണാൻ സാഹചര്യമുണ്ടോ എന്ന് അവർ ആലോചിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നൈറ്റ് ഓഫ് കപ്സ് വെച്ച് കാണുന്ന സമയത്ത് നിങ്ങൾക്കൊരു ചെറിയ ഗിഫ്റ്റ് തരുന്നതിനെ പറ്റിയിട്ടും അവർ ആലോചിക്കുന്നുണ്ടായിരുന്നു.